Some guys like to hot up their cars, and we like to film them. Coming up next is RPM, Real Passion for Machines. ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്ത കാറാണ്. 2014 മോഡലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് മോഡിഫിക്കേഷൻസ് നടത്തിയതുമ്മേ മെയിൻലി പവർ കുറച്ച് കുറവായിരുന്നു ഫീൽ ചെയ്തു ഓഫ് റോഡിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു സ്റ്റേജ് 1 പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് കോഡ് 6 ചെയ്തത് സാമിൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഞാൻ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു ഫ്രണ്ടിൻ്റെ. സോളിഡ് ആക്സിലാക്കിയില്ല, ഡബിൾ വിഷ് പോകുന്ന തന്നെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് ഒരു 3 ഇഞ്ച് ക്ലോസ് ടു ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ടൊരു പ്രൊഫഷണൽ വിഞ്ച് 9.5 മൈൽ മാർക്കുണ്ട്. അത് വെരി യൂസ്ഫുൾ ആണ് ഓഫ് റോഡിങ് പേർപ്പസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ കാര്യമായിട്ടുള്ളൊരു അപ്ഗ്രേഡ്സ് ടയേഴ്സ് തന്നെയാണ്. ടയേഴ്സ് എന്തായാലും നല്ലൊരു മാറ്റം തന്നെയായിരുന്നു. ഹാൻകോക്കിൻ്റെ ഡൈനപ്രോ 31s. കോഡ് 6 റീമാപ്പ് ചെയ്തിട്ട് ഒരു പെർഫോമൻസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കാറിന് വരുന്നത് 110 bhp ആൻഡ് 247 Nm ടോക്കാണ്. അത് എന്താ പറയുക, പെർഫോമൻസ് അപ്ഗ്രേഡ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ബിക്കെയിം 160 bhpയും ക്ലോസ് ടു 350 Nm ടോക്കും ജനറേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ദാറ്റ് ഇസ് എ ബിഗ് വേരിയേഷൻ. ഭയങ്കര ഡിഫറൻസ് ആണ് അത് ട്രാക്കിലാണെങ്കിലും നമ്മൾ വെസ്റ്റേൺ ഓഫ് റോഡിങ് പോകുമ്പോൾ തന്നെ. പിന്നെ കാര്യമായിട്ട് റിക്കവറി ഗിയർ എന്ന് പറയുന്ന വിൻച്ചും ബാക്കിലുള്ള ഹൈ ലിഫ്റ്റ് ജാക്കും തന്നെയാണ്. ഹൈ ലിഫ്റ്റ് ജാക്ക് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓഫ് റോഡിങ് പോകുമ്പോൾ അത് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എൻജിൻ വൈസ് പറയുകയാണെങ്കിൽ ഞാൻ എയർ ഫിൽറ്റർ മാറ്റി. ഗ്രീനിൻ്റെ ഡീസൽ ഫിൽറ്റേഴ്സാണ് കയറ്റിയിരിക്കുന്നത്. അത് നല്ലൊരു എയർ ഇൻടേക്ക് ഈസ് വെരി ഡിഫറെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ. അതിൻ്റെ പവർ വേരിയേഷൻ നമുക്ക് അറിയാൻ പറ്റും. അത് ഈ കോഡ് 6 ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് ദാറ്റ് ഇസ് ഹൗ ഐ ഫെൽറ്റ് ഇറ്റ്. ലാസ്റ്റ് മന്ത് ഞാനും എൻ്റെ ഒരു കപ്പിൾ ഓഫ് ഫ്രണ്ട്സ്, നമ്മളൊരു 6 പേരും കൂടി വി വെന്റ് ടു ലഡാക്ക്. ജീപ്പും കൊണ്ടാണ് പോയത്. 3 ജീപ്പ്, 6 പേര്. ഇറ്റ് വാസ് 9,000 ക്ലോസ് ടു 9,000 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. 23 days. അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ജീപ്പ് കൊണ്ട് പോയാൽ തന്നെ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് എസ്പെഷ്യലി നമ്മൾ വി 6 ഫ്രണ്ട്സ്, നമ്മൾ 6 പേരും കൂടി പോയി. അത്രയും പ്രതീക്ഷയില്ല, ബട്ട് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ലഡാക്ക് വാസ് ഓസം. കശ്മീർ ഡെഫിനറ്റ്ലി വർത്ത് സീയിങ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറയാം. Everyone should have something they can turn to when they're down and out, something they can enjoy at any time. My cars are definitely something like that for me. It's a bond only another enthusiast can understand. It's definitely a Jeep thing.